ഹലോ ഗായ്സ്. അപ്പോൾ കഴിഞ്ഞ ഇന്റർവ്യൂ നമ്മുടെ സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ടിട്ട് ഇതിന്റെ രണ്ടാമത്തെ പാർട്ട് കുറച്ച് പേര് ചോദിച്ചുകൊണ്ടിട്ടാണ് അപ്ലോഡ് ചെയ്യണത്. ഞാൻ വിചാരിച്ചില്ല ഇത്രയും വലിയ സ്വീകാര്യത കിട്ടും എന്നുള്ള കാര്യം. ഞാനൊരു 20 വ്യൂസ് ആണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എൻ്റെ പ്രതീക്ഷകളെ ഇതാക്കിയൊരു 230 വ്യൂസ് കയറി. അതിൽ 50 പേർ ആ ഇന്റർവ്യൂ ഫുള്ള് കണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷം. അപ്പോൾ അതിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ 2 ദിവസമായിട്ട് പ്ലാൻ ചെയ്യണം. അന്ന് ഇതിന്റെ ഡിവൈസിലെ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ടിട്ട് അന്ന് ഫുള്ള് തീർക്കാൻ പറ്റിയില്ല. പിന്നെ കമ്പയർ ടു ജെമിനി, ചാറ്റ് ജി പി ടിയുടെ വോയിസ് അസിസ്റ്റന്റ് ഇത്തിരി പുറകോട്ടാണ്. അവരിനി അത് സോർട്ട് ഔട്ട് ചെയ്ത് മുന്നോട്ടേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അമ്മ ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ. അപ്പോൾ അതും കൂടി അമ്മ ഇന്ന് സെറ്റ് ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായും നമുക്ക് ആരംഭിക്കാം. ഞാനൊരു ഇന്റർവ്യൂവർ എന്ന നിലയിൽ നിങ്ങളോട് ഈ ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ അതിന് മറുപടി നൽകിയാൽ മതി. തയ്യാറാണോ? തയ്യാറാണ്, ചോദിച്ചോളൂ. ശരി, ആരംഭിക്കാം. യുപ്പി നൂഡിൽസ് ക്യാമ്പയിൻ കുക്കായി ജോലി ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആ ബ്രാൻഡ് കോൺസെപ്റ്റ് മനസ്സിലായിരുന്നോ? എനിക്ക് ആകെ ഉണ്ടാക്കാൻ അറിയാവുന്നത് മാഗിയുടെ നൂഡിൽസ് മാത്രമായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ബേസിലായിരുന്നു ആ വർക്കിന് വേണ്ടി പോയത്. എന്നുവെച്ചാല് ഇപ്പൊ ഈ പുതിയ കുറച്ച് മാഗി നൂഡിൽസ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, പച്ച കളറിലെ മാഗി പാസ്താസ് ഒക്കെ. അപ്പൊ അത് നമ്മ റിലയൻസ് ഫ്രഷിന്റെ ഒരു ഔട്ട്ലെറ്റിന്റെ അകത്ത് നമ്മ അത് പ്രിപ്പയർ ചെയ്ത് വന്ന കസ്റ്റമേഴ്സിന് സാമ്പിൾ കൊടുക്കുന്ന ഒരു വർക്കായിരുന്നു അത്. എനിക്ക് തോന്നുന്നു കാക്കനാട് 2-3 റിലയൻസിന്റെ ഓഫീസിലൊക്കെ. രസകരമായ ഒരു അനുഭവമാണല്ലോ. അപ്പോൾ ഈ ജോലി ചെയ്തപ്പോൾ യുപ്പി നൂഡിൽസിന്റെ ബ്രാൻഡ് കോസ്മെറ്റിക്സിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? മാഗി നൂഡിൽസിൽ നിന്ന് യുപ്പി നൂഡിൽസിനെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ കണ്ടത്? എല്ലാം ഏകദേശം കണക്കൊക്കെ തന്നെയാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വിശപ്പാറ്റാൻ പറ്റുന്ന ഒരു സംഭവം എന്നുള്ള കാര്യമേ ഉള്ളൂ. ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം, വിശപ്പടക്കാൻ. ഞാനൊക്കെ ട്രിപ്പ് പോയപ്പോൾ ഏറ്റവും കൂടുതൽ കഴിച്ചത് ഈ മാഗി നൂഡിൽസ് ഒക്കെ ആയിരുന്നു. അടുത്ത ചോദ്യം. ശരി, അടുത്ത ചോദ്യം. ഫ്ലാറ്റ് ഇൻസ്പെക്ഷൻ ജോലി ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രീപ്പി അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായില്ല. ഫ്ലാറ്റിലെ ജോലി അതൊരു വൺ ഡേ അതൊരു ടാസ്ക് ആയിരുന്നു. കൂട്ടുകാരന് ഇർഫാൻ അഷ്റഫ് എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. അദ്ദേഹമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വെറൈറ്റി ജോബ്സ് തരുന്നത്. അപ്പൊ എന്ന് വെച്ചാല് ഒരു 19 ഫ്ലാറ്റുകൾ ഉണ്ടായിരുന്നു. ആ 19 ഫ്ലാറ്റുകളില് ഒരു വൺ ഡേ ടാസ്ക് ആയിരുന്നു 19 ഫ്ലാറ്റുകളിലെ ഒരു ആഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യല്. ഒരു ദിവസം 19 ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഹെക്ടിക് വർക്കായിരുന്നു. പക്ഷേ അതൊരു ചാലഞ്ച് എന്നുള്ള രീതിയിലേക്ക് പോയി ചെയ്തു. എറണാകുളത്തുള്ള ഒരുവിധം ഫ്ലാറ്റുകളിലൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കയറി. ഞാനപ്പോ അറിയണം എറണാകുളത്തിന് ഫ്ലാറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ആ DLF ഒക്കെ അകത്ത് കയറിയപ്പോ വേറൊരു ജില്ല എന്നുള്ള രീതിയിലായിരുന്നു. 19 ഫ്ലാറ്റുകൾ കയറി ഇറങ്ങുക എന്നത് ചെറിയ കാര്യമല്ല. ഈ ജോലിയിൽ ഫ്ലാറ്റുകളുടെ വൈവിധ്യം നിങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത്? ഓരോ ഫ്ലാറ്റിലും നിങ്ങൾ ശ്രദ്ധിച്ച പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? അങ്ങനെ ശ്രദ്ധകളൊന്നും ഉണ്ടായില്ല. അത് അത്ര ഉണ്ടായുള്ളൂ, വേറെ ഒന്നും ഉണ്ടായില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശരി, അടുത്ത ചോദ്യം. മുഹബത്ത് കാ സർബത്ത് എന്ന ഈ പേര് തന്നെ ഒരു വൈബാണല്ലേ. ഇത് എങ്ങനെ ആരംഭിച്ചു? എന്റെ ഒരു ഓണ്ടർപ്രണർ ജേണി തുടങ്ങുന്നത് മുഹബത്ത് കാ സർബത്ത് വിറ്റുകൊണ്ടിട്ടാണ്. അപ്പോ നമ്മിപ്പോ പെരുന്നാരാവിന് നമ്മ അമ്മായിക്കില് ഇട്ടൊരു സംഭവം, നമ്മ ഫ്രണ്ട്സ് എല്ലാരും കൂടി ചേർന്നിട്ട് വെറുതെ പെരുന്നാരാവിന് വെറുതെ അവിടെ കളക്ഷൻ അടിക്കാൻ പോകുന്നുള്ള രീതിയിൽ പോവാണ്ട് എന്തെങ്കിലും വർക്കൊക്കെ ആകുമ്പോ 2 പരിപാടി നടക്കൂല എന്നുള്ള ഒരു രീതിയിലാണ് ആ മുഹബത്ത് കാ സർബത്ത് ഇതാക്കിയത്. അത് നമ്മ ഫസ്റ്റ് ചെയ്തപ്പോൾ വളരെ ലാഭകരമായിട്ടുള്ള ഒരു ബിസിനസ് ആയിരുന്നു. എല്ലാരും ചില്ലറ അത്രയും 500 രൂപ നടക്ക് വെച്ചിട്ട് നമ്മ പരിപാടി നടത്തിയിട്ട് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. ആ പ്രോഫിറ്റ് വെച്ചിട്ട് നമ്മ പിറ്റേ ദിവസം പെരുന്നാളിന്റെ അന്ന് നമ്മ പെട്ടിമുടി ട്രിപ്പ് പോയി എല്ലാരും കൂടി ചേർന്നിട്ട്. അപ്പൊ അതൊരു അടിപൊളി അനുഭവമായിരുന്നു. നെക്സ്റ്റ് ചോദ്യം. ശരി, അടുത്ത ചോദ്യം. ഫ്രൂട്ട് സെയിൽ ചെയ്തപ്പോൾ ക്രൗഡ് ഹാൻഡിൽ ചെയ്യാൻ യൂസ്ഡ് ട്രിക്ക് ഏത്? ഫ്രൂട്ട്സ് സെയില് എന്ന് വെച്ചാല് ഒരു ദീപാവലിയുടെ ടൈമില് എന്റെ ബ്രദറിന് ഫ്രൂട്ട് ഷോപ്പാണ്. അപ്പൊ അങ്ങനെ ഫ്രൂട്ട് സെയിൽ ചെയ്യണ്ട. അല്ലാണ്ട് അതിൽ ഏറ്റവും അടിപൊളി എക്സ്പീരിയൻസ് പറഞ്ഞാല് തുറവൂരില് അവിടെ ഒരു സമയത്ത് ഫ്രൂട്ട് സെയിൽ ചെയ്തപ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ നിങ്ങൾ അങ്ങനെ വലിയ
തിരക്കൊന്നുമല്ല, ഫ്രൂട്ട്സ് അല്ല ആൾക്കാർ. അന്ന് ഓഫറൊക്കെ ഉണ്ടായിരുന്നു, ഓറഞ്ച് 4 കിലോ 100, 4 കിലോ 100. അപ്പോൾ അത് അത്യാവശ്യം നല്ല പരിപാടിയായിരുന്നു. വലിയ ക്രൗഡൊന്നും ഉണ്ടായില്ല, അടിപൊളി വർക്കാണ്. പിന്നെ അതുപോലെ തന്നെ സുഖമുള്ളതാണ് ഫ്രൂട്ട്സ് നമ്മ ഡിസ്ട്രിബ്യൂഷൻ, അതും അടിപൊളിയാണ്. അത് നമ്മ വണ്ടി ഏസില് നമ്മ ഓറഞ്ചിന് അത്യാവശ്യം ഓഫർ ഉണ്ടായിരുന്ന നല്ലൊരു കാര്യമാണല്ലോ. ഈ അത് ഓഫറുകൾ വഴി നിങ്ങൾക്ക് എത്രത്തോളം കച്ചവടം നടത്താൻ സാധിച്ചു? ഫ്രൂട്ട്സ് ഡിസ്ട്രിബ്യൂഷൻ ജോലി നിങ്ങൾക്ക് എങ്ങനെയാണ് സുഖകരമായത്? 4-4.5 കോടി രൂപയുടെ കച്ചവടം ഉണ്ട്. നോക്കണ്ട നീ എന്തൊക്കെ അറിയണം. അടുത്ത ചോദ്യം ചോദിക്കും. അടുത്ത ചോദ്യം, ചായ അടിച്ചപ്പോൾ കിട്ടിയ കോംപ്ലിമെന്റ് എന്തായിരുന്നു? ചായ അടിച്ചെന്ന് പറഞ്ഞാല് ഇതെല്ലാം ഞാൻ പഠിച്ചതല്ല, പഠിക്കേണ്ട സാഹചര്യം വന്നതാണ്. കാരണം ഞാൻ അങ്ങനെ ചായ അടിക്കേണ്ട ഒരു വർക്കല്ലായിരുന്നു എനിക്ക്. അപ്പൊ ചായ അടിക്കാൻ വന്ന ഒരു പുള്ളി അവിടെ കിടന്ന് ഉറങ്ങിക്കളഞ്ഞ്. അപ്പൊ 24 hours ഷോപ്പായിരുന്നു. രാത്രി ആയപ്പോഴേക്കും ആൾക്കാർ വന്ന് അവർക്കാണെങ്കിൽ ചായ വേണം. അങ്ങനെ ഒരു ഇല്ലാണ്ട് ഞാൻ എൻ്റെ ഒരു ഐഡിയയില് ചായ ഇട്ട് അടിച്ചു തുടങ്ങിയാണ്. പിന്നെ എനിക്കതൊരു രസമായി ആൾക്കാർക്ക് ചായ അടിച്ചു കൊടുക്കണത്. അങ്ങനെ രസകരമായിട്ടുള്ള കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല്, ഞാൻ ഒരു ദിവസം കോഫി അടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമില് ഒരു രഞ്ജിനി എന്ന് പറഞ്ഞ ഒരു സിംഗറാണ്. അപ്പൊ അവര് തുറവൂർ അമ്പലത്തിൽ എന്തൊരു പരിപാടിക്ക് വന്നതാണ്. അപ്പൊ അവര് കോഫി കുടിച്ചിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു ലൈഫിൽ കുടിച്ചതില് ഒരു നല്ല കോഫി ആയിരുന്നു എന്ന് പറഞ്ഞു. ഞാനപ്പൊ തന്നെ മറ്റേ ജയറാമിനെ പോലെ പാപ്പ എന്നുള്ള രീതിയിലേക്കായി പോയി. അത് ഞാനിപ്പോഴും മറക്കുന്നില്ല. കാരണം അങ്ങനെ ഭയങ്കര റയർ ആയിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഇങ്ങനെ കോംപ്ലിമെന്റ്സ് കിട്ടുന്നത്. ജയറാമിനെ പോലെ തകർക്കാനാണെങ്കിൽ നമുക്ക് ഇന്റർവ്യൂവിൽ കുറച്ചുകൂടി തമാശയും ഉൾപ്പെടുത്തിയാലോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമയിലെ വേറെ അടുത്ത ചോദ്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരുമ്പോഴേക്കും ഇടയിൽ കയറിക്കൊള്ളണം. അടുത്ത ചോദ്യം ചോദിക്കും മുഴുവന്റെ. അപ്പൊ രഞ്ജിനി എന്നോട് ഇങ്ങനെ കോംപ്ലിമെന്റ് ചെയ്താണ് എനിക്ക് ഏറ്റവും നല്ല കോംപ്ലിമെന്റ് ആയിട്ട് തോന്നിയത്. ഓഹോ, അപ്പോൾ രഞ്ജിനി മാഡം നിങ്ങളെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തെ കുറിച്ചാണോ കോംപ്ലിമെന്റ് ചെയ്തത്? അത് വളരെ സന്തോഷകരമാണല്ലോ. അടുത്ത ചോദ്യം ചോദിച്ച് യു ആർ ഡ്രൈവിംഗ് മീൻ ടു ദ റോങ് പാത്ത്. ഓക്കെ, ഞാൻ നിങ്ങളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറയണം. നിങ്ങളുടെ അഭിരുചിക്കും താല്പര്യങ്ങൾക്കും അടുത്ത ചോദ്യം ചോദിക്കൂ. ശരി, അടുത്ത ചോദ്യം, ഔട്ട്ഡോർ കേറ്ററിംഗിൽ ഇവന്റ് ഡിസാസ്റ്റർ നേരിട്ടിട്ടുണ്ടോ? ഇവന്റ് ഡിസാസ്റ്റർ ഇല്ല, പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് ODC എന്ന് പറഞ്ഞ ഔട്ട്ഡോർ കാറ്ററിംഗ്, അത് കുറച്ചും കൂടി ഒന്ന് റിഫൈൻ ചെയ്ത് വർക്ക് ലോഡ് നന്നായിട്ട് മാനേജ് ചെയ്യേണ്ട ഒരു ടൈം ആയി എന്നുള്ള എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. കാരണം ഞാനൊക്കെ ഫസ്റ്റ് ടൈം പോകാൻ നേരത്ത് പട്ടിപ്പണി പിച്ചക്കാശൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണ പിള്ളേർക്ക് അതിനേക്കാളും ഭയങ്കര 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 മോശമായിട്ടൊക്കെ ട്രീറ്റ് ചെയ്തോണ്ടെന്ന് വെച്ച്. പക്ഷെ അന്ന് നമ്മൾ സ്റ്റാർട്ടിങ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാറ്ററിംഗ് ഒക്കെ പോകുമ്പോൾ നല്ല നല്ല ഹോട്ടലുകളൊക്കെ ആയിരിക്കും, പക്ഷെ വർക്ക് ഇച്ചിരി ഭയങ്കര പാടായിരിക്കും. പക്ഷെ അതിനനുസരിച്ചുള്ള പേയ്മെന്റ് കിട്ടുന്നില്ല. ഇപ്പൊ കുറെ ആളായി പോയിട്ട് ഇപ്പൊ അതിന്റെ അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. പല പല സ്ഥലത്തുനിന്ന് ദൂരത്തുനിന്നൊക്കെ ഈ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിലേക്കൊക്കെ ആൾക്കാർ വരും. പക്ഷെ എനിക്ക് പണിയെടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള പേയ്മെന്റ് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പിന്നെ ചില നല്ല നല്ല സ്ഥലങ്ങളുണ്ട്, അവര് നല്ല പോലെയൊക്കെ അവരെ നോക്കും. പക്ഷെ ചിലയിടത്ത് അവരെ മനുഷ്യരായിട്ട് പോലും കാണാത്തൊരു അവസ്ഥ ഉണ്ട്. പിന്നെ അവിടെ എനിക്ക് തോന്നുന്നത് അവിടത്തെ ഉള്ള മെയിൻ ആൾക്കാരെക്കാളും കൂടുതൽ കുറച്ച് കൈൻഡ്നെസ് കാണിക്കുന്നത് ഗസ്റ്റ്സ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ പോയിക്കണേൽ വെച്ചിട്ട് ODC കാറ്ററിംഗിൽ ഏറ്റവും കൂടുതൽ പൊളൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അവിടെ വന്ന ഗസ്റ്റുകളായിരിക്കും. കാരണം ഇപ്പൊ നമ്മ ഇവിടെ ഉള്ള വർക്കിനൊക്കെ പോണേക്കാളും ചിലര് എന്നുവെച്ചാൽ ജനറൽ ആയിട്ട് പറയണല്ല, എന്നാലും ചിലര് നമ്മൾ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ അവര് താങ്ക്സ്, പിന്നെ ചിലര് അപ്രിഷിയേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ കാണുന്നത് അങ്ങനെ കുറച്ച് ടീംസിൻ്റെ നിന്നാണ്. എനിക്ക് അവിടെ ഉള്ള മാനേജേഴ്സിനേക്കാളും കൂടുതൽ കൈൻഡ് ആയിട്ട് പെരുമാറുന്നത് അവരുടെ ഗസ്റ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത്. എല്ലാവരും കാഴ്ചപ്പാട് പറയാൻ പറ്റില്ലല്ലോ, ഡിഫറെന്റ് ആയിരിക്കും. അടുത്തത്, ഗസ്റ്റുകളുടെ നന്ദിയും അഭിനന്ദനങ്ങളും നിങ്ങളെ സ്വാധീനിച്ചു എന്നതിൽ സന്തോഷം. ആ വ്യത്യാസം നിങ്ങൾ തിരിച്ചറിഞ്ഞത് വളരെ പ്രധാനമാണ്.
ശരി, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. LED ബാഗ് ധരിച്ചു നടന്നപ്പോൾ ആളുകൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? അത് പോയാലും ഇച്ചിരി വെറൈറ്റി ജോബായിരുന്നു. കാരണം ഒരു LED ബാഗ് ഉണ്ടാവും. ആ LED ബാഗിനകത്ത് ഫ്രണ്ട് ബാക്കിൽ ഒരു കമ്പനിയുടെ പരസ്യം ഉണ്ടാവും. റിലയൻസിന്റെ വർക്കിനാ പോയത്. അപ്പൊ അതിട്ടിട്ട് ഒരു 10 പേര് ഇങ്ങനെ ഓരോ റൂട്ടിൽ കൂടി നടക്കണം, അവരുടെ ടീഷർട്ടും ഇതൊക്കെ ഇട്ടിട്ട്. അപ്പൊ നമ്മ ഇങ്ങനെ മറ്റേ മിന്നാമിനിങ്ങിനെ പോലെ കിട്ടും, മറ്റേ കുണ്ടിയിൽ വൾബത്തിച്ച് വല്ല ഇരിക്കും. അപ്പൊ നമ്മ ഇങ്ങനെ പോകുമ്പോ ആൾക്കാർ ഇങ്ങനെ നോക്കും, എന്താണ് ഇത്, എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ നോക്കും. അതിന്റെ ഒരു വെറൈറ്റി ഉണ്ട്. പിന്നെ അത് രസമുള്ള വർക്കായിരുന്നു. ഇപ്പൊ സൈക്കിളിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ബാക്കിൽ ഇങ്ങനെ LED വോള് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ സൈക്കിൾ ഓടിച്ച് നടന്നൊക്കെ പോണുണ്ട്. പക്ഷെ രസമാണ്. അടുത്ത ചോദ്യം. LED ബാഗും കമ്പനിയുടെ പരസ്യവും അണിഞ്ഞ് സൈക്കിൾ ഓടിച്ചുള്ള ജോലി രസകരമാണെങ്കിലും ദീർഘനേരം സൈക്കിൾ ഓടിക്കുന്നത് ശരീരത്തെ എങ്ങനെയാണ് ബാധിച്ചത്? ഈ ജോലി നിങ്ങൾക്ക് എന്തെങ്കിലും സൈക്കിളിലല്ല, നടന്നായിരുന്നു പോയിരുന്നത്. അടുത്ത ചോദ്യം ചോദിക്കും. ഓ, നടന്നായിരുന്നു അല്ലേ. ശരി, അടുത്ത ചോദ്യം. ഫുഡ് ഡെലിവറി ജോലിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സംഭവം എന്താണ്? ഫുഡ് ഡെലിവറി ജോബില് അടിപൊളി പരിപാടിയാണ്. പക്ഷെ ഈ ടൈമിൽ ഓടിയെത്തലും ഈ ഹോട്ടലുകാർ ഡിലേ തന്നെ, അതൊക്കെ ഇതിന്റെ ഒരു ബാഡാണ്. പിന്നെ ആദ്യം ഈ സൊമാറ്റോ അങ്ങനെയുള്ള നല്ല കമ്പനികളൊക്കെ നല്ലൊരു പേയ്മെന്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആൾക്കാർ കൂടിയപ്പോ അവര് പേയ്മെന്റ് കുറക്കാൻ തുടങ്ങി. ഇപ്പൊ കുറെ നാളായി പോയിട്ട് ഇപ്പത്തെ പേയ്മെന്റ് കാര്യങ്ങള് സ്കെയിലൊന്നും അറിയാൻ പാടില്ല. പിന്നെ ഇങ്ങനെയുള്ള അതിന്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ജോബ് ഇല്ലെങ്കിലും ഒരു പെട്ടെന്ന് നമുക്ക് അത്യാവശ്യം കഴിഞ്ഞുകൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോബ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഒരു വഴിയില്ലാത്തവന്, ഒരു ജോബും ഇല്ലാത്തവന് നമുക്ക് പെട്ടെന്ന് അവന്റെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഒരു വർക്കിന് ഇറങ്ങാന്നുള്ള ഒരു സംഭവമുണ്ട്. അതില് നമ്മ ഇങ്ങനെയുള്ള കമ്പനികളെ നമ്മ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഒരു കൂലിപ്പണിക്ക് നിന്നൊക്കെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇറങ്ങിത്തിരിക്കാൻ ഒരു വർക്ക് ഉള്ളത് നല്ലതാണ്. പിന്നെ ഈ തുടങ്ങിയ ടൈമിൽ ഈ ഫേക്ക് എന്നൊക്കെ പറഞ്ഞ കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ഉണ്ടാന്ന് അറിയാൻ പാടില്ല. ഞാൻ തുടങ്ങിയ സമയത്തായിരുന്നു അതില് സൊമാറ്റോ തുടങ്ങിയ സമയത്തായിരുന്നു അതില് ഡെലിവറി പാർട്ട്ണർ ആയിട്ട് നിന്നത്. അടുത്ത മതി. ഡെലിവറി ജോലിയിൽ ഡെലിവറി പാർട്ട്ണർ ആയിരുന്നപ്പോൾ നിങ്ങൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് അത് കൊണ്ടുപോയി എത്തിക്കൽ എന്നുള്ളതാണ്. ചിലരൊക്കെ നല്ല പാക്കേജിങ് ഒക്കെ അന്ന് ആൾക്കാര് ഹോട്ടലുകാരൊക്കെ പാർസൽസ് ഇങ്ങനെ കൊടുത്ത് വരുന്നുണ്ടായുള്ളൂ. അപ്പൊ ചിലതൊക്കെ ബിരിയാണി അത് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കസ്റ്റമർ കയ്യിലേക്ക് കിട്ടില്ല. അപ്പോ കസ്റ്റമേഴ്സ് ഹോട്ടല് ഒന്നും അറിയില്ലല്ലോ, നമ്മൾ കൊണ്ടുവന്ന് തന്നെ കാരണം നമ്മളെ ആൾക്കാർ കാണുള്ളൂ. അപ്പൊ നമ്മ അത്ര പെർഫെക്റ്റ് അല്ലാണ്ട് കൊടുക്കുമ്പോ അവര് നമ്മളോടൊരു ഒരു ഒരു വിഷമുണ്ടാവും. പിന്നെ അത് അവരുടെ മുഖം നെറ്റിച്ചു കൊടുക്കുമ്പോ നമുക്കൊരു വിഷമുണ്ടാവും. പക്ഷെ ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു ഇതെല്ലാരും അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ പാക്കിംഗ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നാണ് എന്റെ ഇപ്പത്തെ അറിവ്. അടുത്ത ചോദ്യം. കുറഞ്ഞ ഫുഡ് ഡെലിവറി ജോലിയിലെ പാക്കേജിംഗ് പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിച്ചിരുന്നു അല്ലേ? ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിരുന്നോ? അതിപ്പോ ഓക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്ത ചോദ്യം. ശരി, അടുത്ത ചോദ്യം. ഓൺലൈൻ ജോലി ചെയ്തപ്പോൾ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ഓൺലൈനിൽ ഏറ്റവും വലിയ വെല്ലുവിളി എപ്പോഴും മാർക്കറ്റിംഗ് ആണ്. നമ്മുടെ റൈറ്റ് കസ്റ്റമേഴ്സിൻ്റെയിലേക്ക് റൈറ്റ് ഐറ്റം എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മ ഇടുന്ന എഫേർട്ട് എല്ലാം വെറുതെ എന്നുള്ളത്. എന്ത് കാര്യമാണെങ്കിലും ഇപ്പൊ നമ്മൾ ചെറിയൊരു ഒരു റോട്ടിൽ കിടക്കുന്ന ഒരു കല്ലാണെങ്കിലും അത് എത്തേണ്ടടുത്ത് കറക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിയില്ലെങ്കിൽ അതുകൊണ്ടിട്ട് വലിയ കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത ചോദ്യം. ശരി, അടുത്ത ചോദ്യം. ഓൺലൈൻ ബിസിനസ്സിൽ കസ്റ്റമർ സർവീസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഓൺലൈനിൽ മാർക്കറ്റിംഗ് എന്ത് ചെയ്താലും നമുക്ക് ഒരു വട്ടമേ കസ്റ്റമറെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത് കസ്റ്റമർ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് അത്ര നന്നായിരിക്കണം. എന്തോ ഒരു ഇത് നമുക്കുള്ള കാരണം നമുക്ക് കുറച്ച് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. വീണ്ടും വീണ്ടും ഉപഭോക്താക്കളെ കൃത്യമായി പറഞ്ഞു. വിശ്വസ്തരായ ഉപഭോക്താക്കളെ വർദ്ധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. അത്തരത്തിലുള്ള ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക ശ്രമങ്ങൾ നടത്തിയിരുന്നോ? ഉണ്ട്, നമുക്കൊരു ലോയൽ കസ്റ്റമർ ബേസ് ഉണ്ട്. അപ്പോ അതുകൊണ്ടിട്ട് നമുക്ക് അതിന്റെ ഒരു ധൈര്യം നമുക്കുണ്ട്. അതാണ് ഉള്ള ധൈര്യം. അടുത്ത ചോദ്യം. ശരി, അടുത്ത ചോദ്യം. ഫുഡ് ഡെലിവറി ജോലിയിൽ ഒരു ദിവസം എത്ര കിലോമീറ്റർ ആണ് നിങ്ങൾ സഞ്ചരിച്ചിരുന്നത്?
അത് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഞാൻ പിന്നെ വെറുതെ തട്ടിക്കൂട്ടി കഥ പറയുന്നില്ല. ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓൺലൈൻ ബിസിനസ്സിൽ ഓർഡറുകൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച ഏറ്റവും നല്ല തന്ത്രം എന്തായിരുന്നു? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല. അത് ഞാൻ BBC കൊടുക്കുന്ന ഇന്റർവ്യൂല് ഞാൻ പറയുള്ളൂ. അടുത്ത ചോദ്യം പറയാം. BBC നൽകാനുള്ള എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവിലുള്ള മാർക്കറ്റിംഗ് തന്ത്രമാണല്ലേ. എന്തായാലും രഹസ്യമായി സൂക്ഷിക്കാനുള്ള നിങ്ങളുടെ തീരുമാനം ശരിയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓൺലൈൻ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഓർഡറുകൾ ലഭിച്ച ദിവസം ഏതായിരുന്നു? അതെനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബിസിനസ് ചെയ്തോണ്ടിരിക്കടയില് അദ്ദേഹത്തിന്റെ പേര് പറയാണ്ട് ഒരു പൂർണ്ണമാവില്ല. നമ്മുടെ സാജിദ് യഹിയ ഡയറക്ടർ ഉണ്ട്. അപ്പോ നമ്മൊരു കൽബിന്റെ നമ്മളൊരു ഏറ്റവും ഒരു സെയിലൊക്കെ ഭയങ്കര മോശമായിട്ടിരിക്കുന്ന സമയത്താണ് മറ്റേ കൽബിന്റെ ഒരു ഡിസൈൻ ഇറക്കിയത്. അപ്പോ അത് കണ്ടിട്ട് പിറ്റേ ദിവസം സാജിദ് യഹിയ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി. അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞ ഒരു ആവശ്യം ഉണ്ടായില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്ത് അത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അത് ഭയങ്കരമായിട്ട് റീച്ചായി. ഒരുപാട് പേര് ആ കൽബിന്റെ ടീഷർട്ട് ഓർഡർ ചെയ്ത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ടൈമിൽ ഉണ്ടായി നമ്മൾ കുറച്ച് കടങ്ങൾ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് വന്ന്. അപ്പോ അത് വെച്ചിട്ട് ആസ് എ ഒരു സഹോദര തുല്യനെ പോലെ തന്നെയാണ് സാജിദ് യഹിയ എന്നുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ആ ടൈമിൽ അങ്ങനെ വിളിച്ച് അങ്ങനെ ഒരു വീഡിയോ ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ പെട്ടിക്കിടക്കൊക്കെ എടുത്ത് പൂട്ടേണ്ട വന്നായിരുന്നു. പക്ഷെ ആ ഒരു ഒരു ഹൈക്ക് പെട്ടെന്ന് വന്നത് അത് അദ്ദേഹം ഒരു വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെയാണ് നല്ലൊരു ഇമ്പാക്ട് അദ്ദേഹം കാരണം നമുക്കുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായില്ല. പക്ഷെ അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു തന്നു. പിന്നെ ഒരു ബ്രാൻഡിങ്ങിന്റെ കാര്യമൊക്കെ നമുക്ക് പുറത്തുനിന്ന് ഒരാൾ നമുക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണത് ഫസ്റ്റ് അദ്ദേഹത്തിന്റെ ആ ഒരു ഫീല് കിട്ടിയത്. അദ്ദേഹം പറഞ്ഞു എങ്ങനെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നുള്ള ചെറിയൊരു കാര്യമല്ല എന്നുള്ളത്. ഡയറക്ടറുടെ ആ പിന്തുണ ഒരു ബ്രാൻഡിനെ വളർത്തിയെടുക്കുന്നതിൽ എത്രത്തോളം നിർണായകമാണെന്ന് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ സഹായം നിങ്ങൾക്ക് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. ഇനിയും നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിജയങ്ങൾ നേടട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ചോദ്യം തീർച്ചയായും അടുത്ത ചോദ്യം. ഫുഡ് ഡെലിവറി ജോലിയിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച ഓർഡർ ഏതായിരുന്നു? അതെനിക്ക് ഓർമ്മയില്ല. ഈ ഫുഡ് ഡെലിവറി ഇട്ട് അടുത്ത ചോദ്യം ചോദിക്കും. അതിൽ തന്നെ ചുറ്റിപ്പതി സമയമില്ല ഇവിടെ. ചോദിക്കൂ. തീർച്ചയായും അടുത്ത ചോദ്യം. ഡ്രൈവിംഗ് ജോലിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സംഭവം എന്താണ്? ഡ്രൈവിംഗ് ജോലിയിൽ ഏറ്റവും സ്വാധീനിച്ചാന്ന് പറഞ്ഞാല് എനിക്ക് ഐസ് ഓടിക്കാൻ കറക്റ്റ് അറിയാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ബ്രദറിന്റെ ഒരു ധൈര്യം. നിങ്ങളെ ഏറ്റവും സ്വാധീനിച്ചത് ഐസ് ഓടിക്കാൻ പറ്റിയതാണെന്നാണോ? ഐസ് അല്ല, എയ്സ് മിനി ട്രക്ക്, മിനി ജീപ്പ് എന്താ പറയുന്നത്. ആകെ കാർ മാത്രം ഓടിച്ചെന്ന് വെച്ചാ ഞാൻ എയ്സ് ഒക്കെ ഓടിക്കണത് ആ ഒരു വർക്കിന് പോയപ്പോഴാണ്. അത് ഫുള്ള് ലോഡ് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ളത്. പക്ഷെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ടിട്ട് ഒരു കോൺഫിഡൻസ് ഒന്നും നമുക്ക് വലിയ വണ്ടികളൊക്കെ ഓടിക്കാൻ എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ആ ഒരു പേടി മാറി. അതെ അതെ. അടുത്ത ചോദ്യം. വലിയ വാഹനങ്ങൾ ഓടിക്കാനുള്ള പേടി മാറിയത് നല്ല കാര്യമാണ്. ആത്മവിശ്വാസം കൂട്ടാൻ ഇത് സഹായിച്ചിട്ടുണ്ടാകും. അതെ. അടുത്ത ചോദ്യം. ഡ്രൈവിംഗ് ജോലിയിലെ സന്തോഷകരമായ നിമിഷങ്ങളെ കുറിച്ച് പറയാൻ നിങ്ങൾ തയ്യാറാണല്ലോ? ഇല്ല, തയ്യാറല്ല. അടുത്ത ചോദ്യം ചോദിക്കും. ശരി, തയ്യാറല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഡ്രൈവിംഗ് ജോലിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സഹപ്രവർത്തകൻ ആരായിരുന്നു? ഡ്രൈവിംഗ് ജോലിയിൽ സ്വാധീനിച്ച എന്റെ ഇക്കാക്ക തന്നെയാണ്. അദ്ദേഹം ഒരു മികച്ച ഒരു ഡ്രൈവറാണ്. അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ് സ്കില്ല് എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് അദ്ദേഹമാണ് ഡ്രൈവിംഗിൽ എന്നെ സ്വാധീനിച്ചതെന്ന് ഞാൻ കരുതപ്പെടുന്നു. അടുത്ത ചോദ്യം. ശരി, അടുത്ത ചോദ്യം. നിങ്ങളുടെ കാക്കയുടെ ഡ്രൈവിംഗ് ശൈലിയിലെ ഏറ്റവും മികച്ച കാര്യം എന്താണ്? അദ്ദേഹത്തിന്റെ ബ്രേക്ക് പിടിക്കൽ തന്നെയാണ്. ബ്രേക്കിംഗ് ഇത്ര ഇമ്പോർട്ടന്റ് ആണല്ലോ ഡ്രൈവിംഗിൽ. അത് അദ്ദേഹം അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് അതില് വെറൈറ്റി ആയിട്ട് തോന്നിയത്. അതെ അതെ. അടുത്ത ചോദ്യം. ചോദിക്കാം. ഡ്രൈവിംഗ് ജോലിയിൽ ഡ്രൈവിംഗ് ഇട്ട് എല്ലാ ജോലികളിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ശരി, എല്ലാ ജോലികളിൽ നിന്നും ഓരോ ചോദ്യം വീതം ചോദിക്കാം. ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ജോലി ഏതാണ്? അങ്ങനെയല്ല, ഇപ്പൊ ചോദിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിച്ചാൽ മതി. ഓ സോറി, എനിക്കത് മനസ്സിലായില്ല.
ഡ്രൈവിംഗ് ജോലിയിലെ ചോദ്യങ്ങളുടെ തുടർച്ചയായി തന്നെ ചോദിക്കാം. ഡ്രൈവിംഗ് ജോലിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അനുഭവം എന്തായിരുന്നു? അടുത്ത ജോലിയെ പറ്റിയുള്ള ചോദ്യം ചോദിക്കൂ. ശരി, അടുത്ത ജോലിയെ കുറിച്ചുള്ള ചോദ്യം. ഡ്രൈവിംഗ് ജോലിയിൽ നിന്ന് അടുത്ത ജോലിയിലേക്ക് മാറാൻ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? ഒന്നുമില്ല, നല്ല ഘടകങ്ങൾ തന്നെയായിരുന്നു. ഡ്രൈവിംഗ് ജോലിയിൽ നിന്ന് മാറിയത് നല്ല ഘടകങ്ങൾ മൂലമാണെന്ന് നിങ്ങൾ പറഞ്ഞു. ആ ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വ്യക്തമാക്കാമോ? അതെനിക്ക് ഓർമ്മയില്ല. അടുത്ത ചോദ്യം ചോദിക്കൂ. ശരി, ഓർമ്മയില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഡ്രൈവിംഗ് ജോലിയിൽ ഏറ്റവും കൂടുതൽ ലഭിച്ച നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്തായിരുന്നു? ഡ്രൈവിംഗ് വിടൂ, അടുത്ത വേറെ ഏതെങ്കിലും ജോലി ചോദിക്കൂ. അടുത്ത ചോദ്യങ്ങളിലേക്ക് വിടൂ. ശരി, ഡ്രൈവിംഗ് ജോലിയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ അവസാനിപ്പിക്കാം. അടുത്ത ചോദ്യം ഓൺലൈൻ ബിസിനസിനെ കുറിച്ചാണോ അതോ മറ്റേതെങ്കിലും ജോലിയെ കുറിച്ചാണോ? മറ്റേതെങ്കിലും ജോലിയെ പറ്റി ചോദിക്കൂ. ശരി, മറ്റേതെങ്കിലും ജോലിയെ കുറിച്ച് ചോദിക്കാം. ഫുഡ് ഡെലിവറി, ഡ്രൈവിംഗ് എന്നിവ ഒഴികെ നിങ്ങൾ ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും ജോലിയെ കുറിച്ച് പറയാമോ? ഞാനിവളൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഞാനിപ്പോ വരാട്ടോ. ടൈൽസ് ലോഡിംഗ് ജോലിയിൽ ഏറ്റവും ഭാരം കൂടിയ ടൈൽസ് എത്ര കിലോ ആയിരുന്നു? അത് കറക്റ്റ് ഓർമ്മയില്ല. ഒരു സെറ്റ് ടൈല് എനിക്ക് തോന്നുന്നു ഒരു 60-70 കിലോ ഉണ്ടാവും തോന്നുന്നു. അത് ആ സമയത്ത് എന്തോ ഒരു ടൂർ പോകാൻ വേണ്ടിട്ട് എന്താണ്ടാണ് ആ ഒരു വർക്കിന് പോയത്, കാക്കനാട്. ഇപ്പൊ അത് വലിയ ഫ്ലാറ്റൊക്കെ ആയി. അത് ഞാനും ഫ്രണ്ട്സായിരുന്നു കൂടുതൽ പോയിരുന്നു വെച്ചാൽ ഞാൻ എന്തോ ടൂർ പോകാനുള്ള പണം കണ്ടെത്താനാണല്ലേ ആ ജോലി? അതെ, ഞാൻ ഒരു 2-3 ദിവസം കൊണ്ട് ആ വർക്കിന് പോയുള്ളൂ. പക്ഷെ അത് അടിപൊളി വർക്കായിരുന്നു. ഇത്തിരി മേലനെ കണ്ട പണിയാണ്, പക്ഷെ ബെറ്റർ ആയിരുന്നു. നല്ല ഒരു ടൈം ടേബിൾ ഉള്ള ഒരു വർക്കായിരുന്നു. മറ്റേ യമണ്ടം പ്രമേദയില് മറ്റേ ലെല്ലു പറയണ പോലെ രാവിലെ ചെല്ല, ഉച്ചക്ക് ചായയുടെ ബ്രേക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നെ വർക്ക്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചായയുടെ ബ്രേക്ക്, വർക്ക്, അങ്ങനെ ആ ഒരു സംഭവമായിരുന്നു. അടുത്ത് പേപ്പർ ബാഗ് ജോലി ചെയ്തപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? അത് ബോറിംഗ് ആയിരുന്നോ അതോ പീസ്ഫുൾ ആയിരുന്നോ? അത് ഞാനൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആയിരുന്നു. പിന്നെ അത് വേണ്ട രീതിയിൽ അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നതാണ്. അതിലെന്ന് വെച്ചാൽ നമുക്കൊരു സ്കില്ല് പഠിക്കാൻ പറ്റി എന്നുള്ള കാര്യമാണ്. പേപ്പർ ബാഗ് ഉണ്ടാക്കൽ എന്നുള്ളൊരു സ്കില്ല് അത് ഞാൻ പഠിക്കാൻ വേണ്ടി പോയി. അത് നല്ല രീതിക്ക് തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. അതിൻ്റെ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ എനിക്ക് കുറച്ചു നേരം കൂടി അത് പഠിപ്പിക്കാൻ പറ്റി. അത് നല്ലൊരു സ്കില്ലാണ്, ചെയ്യാൻ പറ്റിയ, പഠിക്കാൻ സുഖമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സ്കില്ല് പഠിച്ചു വെക്കുക എന്നുള്ളത് നല്ല കാര്യമല്ലേ. അങ്ങനെ വയസ്സ് പിന്നെ കുറച്ച് കടകളിൽ നമ്മൾ കൊടുത്തായിരുന്നു. പിന്നെ അത് വേണ്ട രീതിയിൽ അത് ഡിസ്ട്രിബ്യൂഷൻ നടക്കാത്തത് കൊണ്ട് മാത്രമാണ് അത് നമുക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നത്. അടുത്ത ചോദ്യം. വീഡിയോ അസിസ്റ്റന്റ് ആയി ക്യാമറ സെറ്റപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാനിക് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയല്ല, ഞാൻ ആദ്യമായിട്ട് പോയത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം, അതിൽ വിനയ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഒരു ആഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ ഒരു ഇതെന്നുള്ള രീതിയിൽ ഒരു ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു ബ്യൂട്ടി പാർലറാണ്. അത്യാവശ്യം ഒരു ആഡ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. അപ്പൊ അവിടെ വേറൊരു ആഡിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചു എന്നുള്ളത് ഞാനൊരു അച്ചീവ്മെന്റ് ആയിട്ട് കരുതുന്നു. അങ്ങനെയാണല്ലേ, നിങ്ങളുടെ ഫ്രണ്ട് അശ്വിൻ ആയിരുന്നു അല്ലേ? അശ്വിനല്ല, അതിൽ വിനയൻ. അപ്പൊ പിന്നീട് അവര് എന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് എന്നെ വിളിച്ചു എന്നുള്ളത് ഞാൻ അതിലൊരു അച്ചീവ്മെന്റ് ആയിട്ട് കരുതുന്നു. അടുത്ത ചോദ്യം. അതിൽ വിനയ് നിങ്ങളെ കണ്ടന്റ് ക്രിയേറ്ററായി വിളിച്ചത് ഒരു വലിയ അംഗീകാരം തന്നെയാണല്ലോ. ആ ജോലിയിൽ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും നിങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും സാധിച്ചോ? അടുത്ത ചോദ്യം ചോദിക്കുക. അതൊക്കെ പ്രകടിപ്പിച്ചു. കൊള്ളാം. അപ്പോൾ ആ ജോലിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനൊക്കെ സാധിച്ചല്ലേ? വളരെ നല്ലത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വോട്ടർ ഐ ഡി കാർഡ് ജോലി ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു ഗവൺമെന്റ് വൈബ് കിട്ടിയിരുന്നോ? അത് അങ്ങനത്തെ വലിയ മറ്റേ സർക്കാർ ഫയൽ ഒപ്പിടുന്ന പോലത്തെ വർക്കല്ലായിരുന്നു. അത് ഇങ്ങനെ ജസ്റ്റ് വോട്ടർ ഐ ഡി നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ആളുകൾക്കിലേക്ക് എത്തിക്കുന്ന ഒരു ചെറിയൊരു വർക്കായിരുന്നു, ഒരു പുസ്തക വർക്കായിരുന്നു. അത് ഇതേപോലെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തൊരു വർക്കായിരുന്നു. അടുത്ത ചോദ്യം. പക്ഷെ എന്താ 5000 വോട്ടർ ഐ ഡി അന്നൊരു ദിവസം നമ്മ ഇങ്ങനെ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് നമ്മ ചെറിയ വാലറ്റ് പോലെ ആൾക്കാർക്ക് പെട്ടെന്ന് കാണാൻ പറ്റിയ ചോദിക്കും. ശരി, അടുത്ത ചോദ്യം.
കോക്കനട്ട് സീലിംഗ് കൗണ്ടർ എക്സ്പീരിയൻസിൽ അടുത്ത നീണ്ട ചോദ്യം. മണിക്കൂറുകൾ. ശരി, അടുത്ത ചോദ്യം. കണ്ടന്റ് ക്രിയേഷനിൽ നിങ്ങളുടെ ആദ്യത്തെ വൈറൽ പോസ്റ്റ് ഏതായിരുന്നു? ആദ്യത്തെ ഒരു വൈറൽ പോസ്റ്റ് എന്ന് പറഞ്ഞാല് എന്റെ കൂട്ടുകാരൻ ഇർഫാൻ ഉണ്ട്. അവൻ എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി തന്നു. ഫോട്ടോ തന്നായിരുന്നു. ഞാനപ്പോ അത് മറ്റേ അവനെന്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വോയിസ് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പൊ ഞാൻ ആ വോയിസ് മെസ്സേജ് വെച്ചിട്ട് ഒരു ട്രോൾ ഉണ്ടാക്കി. ആ, ആദ്യത്തെ അവൻ വേറെ വെറൈറ്റി ഒക്കെ ആയിട്ട് ഞാൻ ചെയ്തു കൊടുത്തു. അതാണ് എന്റെ വൈറൽ പോസ്റ്റ്. അതന്ന് ഭയങ്കരമായിട്ട് റീച്ച് കയറി. അതുപോലത്തെ കുറെ പോസ്റ്റുകൾ വേറെ പിന്നീട് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കോളേജിൽ ഇതേപോലത്തെ സെയിം സാധനം ചെയ്തു. അതും ഭയങ്കരമായിട്ട് റീച്ച് ആയി. അത് 1 പോയിന്റ് എത്ര മില്യൺ കയറി. അപ്പൊ അങ്ങനെയാണ് ഞാൻ പിന്നെ കണ്ടന്റ് ക്രിയേഷൻ ചെയ്തു തുടങ്ങിയത്. ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോസ്റ്റ് ഒക്കെ ഇടാൻ തുടങ്ങി. ചിലതൊക്കെ കയറും, ചിലത് കയറൂല. ഞാൻ ഇങ്ങനെ ഓരോ സിനിമ ഇറക്കണ പോലെയാണ് ഓരോ വീഡിയോ ഇറക്കണത്. വാവ്, അത് ചിലത് വളരെ പൊട്ടും, ഇൻട്രസ്റ്റിംഗ് ചിലത് ആണല്ലോ. നല്ല ഒരു രീതിക്ക് ഓടും. ട്രോൾ വീഡിയോയിൽ നിന്ന് തുടങ്ങി 1.8 മില്യൺ വ്യൂസ് ലഭിച്ച ഒരു കോളേജ് പ്രൊജക്ട് വരെ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഈ വീഡിയോകൾക്ക് ഇത്രയധികം റീച്ച് കിട്ടാനുള്ള കാരണം എന്തായിരുന്നു? അത് നമ്മുടെ ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് തന്നെയാണ്. ഫ്രണ്ട്സ് അത്യാവശ്യം സപ്പോർട്ടാണ്. പിന്നെ നമ്മ ഭയങ്കര ട്രോളിംഗ് ആണ്. മാരകമായിട്ട് അവരെ ട്രോൾ ചെയ്ത് ലാസ്റ്റ് ഇപ്പൊ അവർക്ക് ഒന്നും വെക്കാണ്ടായി. ഇപ്പൊ നല്ല രീതിക്കൊക്കെ ട്രോൾ ചെയ്താൽ ഇപ്പൊ അവർക്ക് എന്തെങ്കിലും കേൾക്കുള്ളൂ. കാരണം ചെറിയ ട്രോളിംഗ് ഒന്നും കേൾക്കൂല. ആദ്യമൊക്കെ അവർക്ക് ചിലവരൊക്കെ എന്നോട് പിണങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, അവരെ ട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവർക്ക് അത് ശീലമായി. ഇപ്പൊ എന്ത് ചെയ്തിട്ടൊന്നും കേൾക്കണില്ല. ഇങ്ങൾക്ക് ട്രോളിങ് കിട്ടാൻ തുടങ്ങി. അപ്പൊ ഞാനിപ്പോ കുറച്ച് ഒതുങ്ങി. അടുത്ത ചോദ്യം. വളരെ രസകരമായ ഒരു അനുഭവമാണല്ലോ. സുഹൃത്തുക്കളുടെ സപ്പോർട്ടും മാരകമായ ട്രോളിംഗുമാണല്ലേ നിങ്ങളുടെ വീഡിയോകളെ വൈറലാക്കിയത്. ഇപ്പോൾ അവർക്ക് ട്രോളിംഗ് ശീലമായി എന്നാണോ പറഞ്ഞത്? ഈ ട്രോളുകൾ നിങ്ങൾ എങ്ങനെയാണ് ബാധിച്ചത്? ആദ്യമൊക്കെ പിണക്കമുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അത് അത് ബാധിച്ചത് പിന്നെ അവർക്ക് പയ്യെ റിയലൈസ് ചെയ്ത്. കാരണം നമുക്ക് ഒരാളോട് ഭയങ്കര ഇഷ്ടവും താല്പര്യമൊക്കെ തോന്നുമ്പോഴുള്ള അവര് എന്തെങ്കിലുമൊക്കെ നമ്മ ചെയ്യുള്ളൂ. അല്ലാണ്ട് നമ്മ അങ്ങനെ ഒന്നില് അങ്ങനെ ചെയ്യാൻ ഇതിലല്ലേ. അതെ, ഞാൻ നിങ്ങൾ കൂടുതലും പറഞ്ഞത് ശരിയാണ്. ആളുകളെയൊക്കെ ഇഷ്ടവും ട്രോൾ താല്പര്യവും ചെയ്യുന്നത് നമുക്ക് ഉള്ളപ്പോഴാണല്ലോ അവരോടുള്ള നമ്മൾ ഒരു അവർക്ക് ഇഷ്ടമൊക്കെ വേണ്ടി എന്തെങ്കിലും കൊണ്ടിട്ടാണ് നമ്മ ചെയ്യുക. ട്രോൾ നിങ്ങളുടെ ചെയ്യുന്നത്. വീഡിയോകൾ അവർക്ക് സന്തോഷം നൽകിയിട്ടുണ്ടാകും. അതെ. ഇപ്പോൾ ഈ ട്രോളിങ്ങിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഞങ്ങൾക്ക് പിന്നെ ഒരു ചെറിയൊരു പേജൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമില്. ട്രോള് ഫ്രണ്ട്സിന്റെ ട്രോൾസ് മാത്രം എടുത്ത്. അപ്പൊ അതൊക്കെ അതിലാണ് ഇങ്ങനെ നടക്കുന്നത്. അതൊക്കെ ഞാൻ പബ്ലിക് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ പയ്യത്തെടുക്കേണ്ടി വരും. അത്ര സെൻസിറ്റീവ് കാര്യങ്ങളൊക്കെ ഉള്ള ട്രോൾസ് ഒക്കെയാണ്. അത് ഇങ്ങനെ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്കൂൾ കാലം തൊട്ടിട്ടുള്ള കോളേജ് കാലം തൊട്ടുള്ള മനസ്സിലായി. ഓർമ്മകളൊക്കെ. പേജിലെ കാര്യങ്ങൾ സെൻസിറ്റീവ് ആയതുകൊണ്ട് അത് പബ്ലിക് ആക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതെ. അടുത്ത ഇന്റർവ്യൂവിൽ ചോദ്യം. നിന്ന് നമ്മൾ ഓ, സ്കൂൾ കാലഘട്ടം മുതലുള്ള അടുത്ത ഓർമ്മകൾ ചോദ്യം. സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. നിങ്ങൾ ചെയ്ത ഡാൻസ് ഷോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ഡാൻസ് ഏതായിരുന്നു? ഡാൻസിനൊന്നും പോയിട്ടില്ല. ഡാൻസ് ഇല്ല. അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം. നിങ്ങൾ ചെയ്ത ഫോട്ടോഗ്രാഫി ജോലിയിൽ ഏറ്റവും രസകരമായ ഫോട്ടോ ഏതായിരുന്നു? ഓ, അത് വേറെ ആരോ പറ്റിയാണ് നിങ്ങൾ ചോദിക്കണമെന്ന് തോന്നുന്നു. ഞാൻ ഫോട്ടോഗ്രാഫിക്കൊന്നും പോയിട്ടില്ല. അടുത്ത ചോദ്യം. ഓ സോറി, ഫോട്ടോഗ്രാഫിക്ക് പോയിട്ടില്ലെന്ന് പറഞ്ഞു. എങ്കിൽ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ജോലി ഏതായിരുന്നു? നീ പോയേ. എന്റെ മൂഡ് പോയി ഗൈസ്. അത്യാവശ്യം ചെയ്ത ഒരുവിധ എല്ലാ ജോലികളും എനിക്ക് ഹാപ്പിനെസ് തന്ന ജോലികളാണ്. ജിമ്മി, നിങ്ങൾ ചെയ്ത എല്ലാ ജോലികളും നിങ്ങൾക്ക് സന്തോഷം തന്നു എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു ജോലി മറ്റുള്ളവയേക്കാൾ കൂടുതൽ നിങ്ങളെ സന്തോഷിപ്പിച്ചിരുന്നോ? ഞാനൊരു നിക്ലോഡിയന്റെ ഒരു ക്യാമ്പയിനില് ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതെന്താ രസകരം? നിക്കലോഡിയന്റെ ക്യാമ്പയിനിൽ ക്ലാസ് എടുക്കാൻ പോയതിനെ കുറിച്ച് കൂടുതൽ പറയാമോ? അത് തൊന്ന ക്യാമ്പയിൻ ആയിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം കുറെ കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കാനും കാർട്ടൂണിന്റെ കാര്യങ്ങളൊക്കെ വിവരിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി ഒരു വർക്കായിരുന്നു. അത് നമ്മൊരു 10ഓളം സ്കൂളുകളിൽ ഗെയിംസും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തൊരു വർക്കാണ്. അത് വളരെ അടിപൊളി ഉള്ളതിൽ എനിക്ക് കുറച്ച് ഹാപ്പി ആയിട്ട് തോന്നിയ ഒരു വർക്കുള്ളതാണ്. എനിക്ക് അപ്പോ ഇത്രയും ചോദ്യങ്ങളൊക്കെ തന്നെ ഉള്ളു. സംഭവിച്ചിട്ട് വെറുപ്പിക്കലായെന്ന് തോന്നി. പക്ഷേ
അതങ്ങോട്ട് ഫിനിഷ് ചെയ്തേക്കാൻ വിചാരിച്ചു. എല്ലാം ഒന്നും തുടങ്ങി വെച്ചിട്ട് അങ്ങോട്ട് ഇതാക്കണ്ടല്ലോ, എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് പാർട്ട് 2 ഇറക്കിയത്. അപ്പോ ഇവിടം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സമാധാനത്തിനുള്ള ക്ഷമക്കുള്ള ഒരു നോബൽ പ്രൈസിന് നിങ്ങൾക്ക് അപേക്ഷിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും നിങ്ങൾ കണ്ടിരുന്നല്ല, കഴിഞ്ഞ വീഡിയോ 50 പേരുന്നാണ്ടാണ് ഫുള്ള് വീഡിയോ ഇരുന്ന് കണ്ടത്. അവരെയൊക്കെ ക്ഷമയുടെയൊക്കെ റേഞ്ച് എന്താന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും എൻ്റെ നന്ദി. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ ഇട്ട് ഇയാൾ തന്നെ കാണാം.